വാ പെട്ടെന്ന് റെഡിയാവാം. നമ്മളിന്ന് വരുന്ന വിവരം അവൻ അറിയാവോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് നല്ലതാ. ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നതെന്ന് അവനെ വിളിച്ച് പറഞ്ഞേക്കാം. പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നതെന്ന് അവനെ വിളിച്ച് പറഞ്ഞേക്കാം. ഗോവിന്ദൻകുട്ടി അങ്ങനെ ഒരുത്തും കൂടെ ഉണ്ടല്ലോ, അവനെവിടാ? ഗോവിന്ദൻകുട്ടി ബോംബെ പോയി. ബോംബെ പോയാൽ ഇങ്ങോട്ട് വരട്ടാ. അതുവരെ നീക്ക് ഇവിടെ നിക്ക്, ശരിയാക്കി തരാ ഞാൻ. ഗോവിന്ദൻകുട്ടി ബോംബെ പോയെന്ന് നീ എന്തിനാ പറഞ്ഞത്? വെറുതെ അവനോട് എന്തിനാ അടി പേടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ നമ്മളും ബോംബെ പോയിരിക്കാണെന്ന് നിനക്ക് പറഞ്ഞൂടാ? എന്തേ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അത് സമ്മതിക്കാൻ എന്താ എത്ര താമസം? എന്ത് പേഷ്യൻസ്, പല്ലുവനക്കാരല്ലേ, സാരമില്ല. പല്ലുവന വന്നിട്ടൊന്നും ആരും ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെ പറയരുത്. എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ? എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടി ഫ്രണ്ട് പല്ലിന്. ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടി ഫ്രണ്ട് പല്ലിന്. ഞാനും അന്ന് ഹണിമൂണൊക്കെ പോയതാ. പക്ഷെ അതിന് അവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി. ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടിയാ അവളുമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് തീരും. അല്ല, ജാനകിയുമായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല, അത് തെറ്റാണോ? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല, അത് തെറ്റാണോ? ആദ്യം അപ്പുകൂട്ടൻ പറയാ. എന്റെ നമ്പർ ഞാൻ മറന്നുപോകും, അതുകൊണ്ട് ഞാനത് ഡയറി കുറിച്ച് വെച്ചു. ആ ഡയറി എവിടെ? അത് വേറെ ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. ആ ഡയറി എവിടെ? അത് വേറെ ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. ഞാൻ മാത്രമല്ല